നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ബഹിഷ്കരിച്ച് ഒരു വിഭാഗം അംഗങ്ങൾ. സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കില്ലെന്ന് ആരോപണം. പ്രതിഷേധം മുന്നിൽ കണ്ട് MLA യോഗത്തിനെത്തിയില്ല. മികച്ച ക്ഷീരസംഘങ്ങൾക്കും കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ്. രാമപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാര വിതരണം ചെയ്തു. പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടത്തി. ജീവിത സാഹചര്യങ്ങൾ കാരണം തൊഴിൽ മുറിഞ്ഞുപോയവരുടെ വീണ്ടെടുപ്പിനു കൂടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവായ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. 1600ഓളം വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. തീരദേശത്ത് കടൽ കയറ്റം രൂക്ഷം. പുത്തൻതുറ, നീണ്ടകര, കരുത്തുറ, കോവിൽത്തോട്ടം, പൊന്മന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടൽ കയറുന്നത്. പ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ഒരു വിഭാഗം അംഗങ്ങൾ ബഹിഷ്കരിച്ചു. സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. പ്രതിഷേധം മുന്നിൽ കണ്ട് MLA യോഗത്തിനെത്തിയില്ലെന്നും ആരോപണമുണ്ട്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും വരുത്തുന്ന ഭരണിക്കാവ് ജംഗ്ഷനിലെ അശാസ്ത്രീയ ട്രാഫിക് സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുന്നതിന് കോവൂർ കുഞ്ഞുമോൻ MLAയുടെ അധ്യക്ഷതയിൽ കൂടിയ കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനമെടുത്തിരുന്നു. സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം 14 ദിവസത്തേക്ക് നിർത്തിവെക്കണമെന്നും ഓരോ റൂട്ടിലേക്കുമുള്ള ഗതാഗത തിരക്ക് പോലീസും ജോയിന്റ് RTOയും ചേർന്ന് പരിശോധിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ബസ് വേ പുനഃക്രമീകരിക്കുക, പ്രൈവറ്റ് KSRTC ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തുക, ഭരണിക്കാവിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നീ തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇതിനായി വികസന സമിതിയിലെ 3 അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിക്കും രൂപം നൽകി. ഇവർ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുത്തതിനു ശേഷം സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിച്ചാൽ മതിയെന്നായിരുന്നു തീരുമാനം. എന്നാൽ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം നിർത്തിയില്ല. ഇതാണ് ബഹിഷ്കരണത്തിന് പ്രധാന കാരണമായത്. തീരുമാനങ്ങൾ ശാസ്താംകോട്ട പഞ്ചായത്ത് അധികൃതർ അട്ടിമറിച്ചതാണെന്ന് വികസന സമിതി അംഗങ്ങൾ ആരോപിച്ചു. മിനിറ്റ്സ് വായിച്ച ഉടൻ തന്നെ പ്രതിഷേധവും ശക്തമായി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വർഗീസ് തരകൻ, S ശ്രീകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സാബു ചക്കുവള്ളി, കുറ്റിയിൽ നിസാം, Y ഗ്രിഗറി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. പ്രതിഷേധം മുന്നിൽ കണ്ട് കോവൂർ കുഞ്ഞുമോൻ MLA യോഗത്തിനെത്തിയില്ല എന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മികച്ച ക്ഷീരസംഘങ്ങൾക്കും കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടന്നു. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവുമാണ് നടത്തിയത്. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ആ ലോണിന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പലിശ കേരളത്തിൽ ഗവൺമെന്റ് തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് ഒരു വർഷം 3 ലക്ഷം രൂപ വരെ പലിശ അങ്ങനെ ഒരു കർഷകന് കൊടുക്കത്തക്ക നിലയിൽ ആ 5 പൈസയും 10 പൈസയും യൂണിറ്റുകൾ വിവിധങ്ങളായി നമുക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നു. നമുക്കറിയാം, ഏറ്റവും അടിത്തട്ടിലുള്ള ദാരിദ്ര്യരേഖ കേരളത്തിൽ 64,007 പേരാണ്. അത്തരത്തിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് 95% സബ്സിഡിയോടുകൂടി ഓരോ പശുവിനെയും കുഞ്ഞിനെയും കൊടുക്കുന്ന പദ്ധതിയും കേരളത്തിൽ ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂതന പദ്ധതികൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൂടാതെ തന്നെ എല്ലാ വീട്ടുമുറ്റത്തും സേവനം കൊടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി കർഷകൻ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പശു പ്രസവിക്കുവാൻ നൽകുന്നു, പശു വീണ്ടും പോയി എന്നുള്ള ഉൾപ്പെടെ നമുക്ക് അറിയിക്കുവാൻ തക്ക രീതിയിൽ യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ മണി വിശ്വനാഥ്,
സ്വാഗതം പറഞ്ഞു. സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി വിതരണം ചെയ്തു. 2025-26 വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖാ പ്രകാശനം മിൽമ ചെയർമാൻ KS മണി നിർവഹിച്ചു. റിവോൾവിംഗ് ഫണ്ട് വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷിയും, പെൺകുട്ടികൾക്കുള്ള സാമ്പത്തിക തുക വിതരണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷയും, സാന്ത്വന സ്പർശം ധനസഹായ വിതരണം മൃഗസംരക്ഷണ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് K യൂസഫും നിർവഹിച്ചു. ക്ഷീരസുമംഗലി വിവാഹ ധനസഹായ വിതരണം ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് വിതരണം ചെയ്തു. മരണാനന്തര ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണൻ നടത്തി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് നിർവഹിച്ചു. WR അജിത് സിംഗ്, K കൃഷ്ണൻ പോറ്റി, TK വേണുഗോപാൽ, M കൃഷ്ണൻകുട്ടി, KR മോഹനൻപിള്ള, വാസുദേവൻ ഉണ്ണി, T ഗോപാലകൃഷ്ണപിള്ള, J മെഹർ, മുണ്ടപ്പള്ളി തോമസ്, PV ബീന, ആയാപറമ്പ് രാമചന്ദ്രൻ, TK പ്രതുലചന്ദ്രൻ, മനു ചെല്ലപ്പൻ, M ജനുഷ, സിന്ധു മധുകുമാർ, P സുരേഷ്, PV ലതേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ CM മുഹമ്മദ് അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുശോചന യോഗം ചേർന്നു. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് അനുശോചന യോഗം ചേർന്നത്. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. 2025 എന്ന് പറയുന്നത് ഈ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചൊരു ദിവസമാണ്. ഏകദേശം 11 മണിയോളമായപ്പോൾ ഈ നാടിനെ മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട്, ഈ നാടിനെ എന്ന് പറയാൻ പറ്റില്ല, രാജ്യം മുഴുവനും സങ്കടത്തിലാക്കിക്കൊണ്ട് കുറേയധികം മനുഷ്യർ, 200 ശിഷ്ടത്തോളം വരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മോഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് UK എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ അവരൊരിക്കലും അറിഞ്ഞു കാണില്ല, ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ജീവിതത്തിലെ അവസാന യാത്രയിലേക്കായിരിക്കും അവരൊക്കെ കടന്നു പോകുന്നത് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും അധികം ആളുകൾ, അതിലൊരു മലയാളി ഉൾപ്പെടെയുള്ള 244ഓളം പേരാണ് ഈ കഴിഞ്ഞ 12-ാം തീയതി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇബിനു സിരി അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ഏകദേശം 625 അടി ഉയരത്തോളം പയർന്നെത്തിയപ്പോൾ ആ വിമാനം അപകടത്തിൽപ്പെട്ടു. ഏകദേശം 240ഓളം വരുന്ന യാത്രക്കാരും 12ഓളം വരുന്ന ക്യാബിൻ ക്രൂ മെമ്പേഴ്സുമായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. ആ യാത്രക്കാരെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും നെഞ്ചിലേക്കായിരുന്നു അവർ ആ ആകാശയാത്രയിൽ പറന്നുയർന്നത്. നിർഭാഗ്യവശാൽ പാതി വഴി എത്തിയപ്പോൾ തന്നെ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അസ്തമിച്ചുപോയി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള, INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട്, ബിജു കണ്ണങ്കര, അഡ്വക്കേറ്റ് ആകാശ് തഴയശ്ശേരിൽ, PK അരാഫത്ത്, റാഫി പെരിങ്ങാല, അഫ്സൽ, സുജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. ഇതോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. ഏരൂർ നെട്ടയം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏരൂർ നെട്ടയം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നവരെ ചടങ്ങിൽ സ്വീകരിച്ചു. കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷം അതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്, ലോകത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ പ്രസ്ഥാനം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഗാന്ധിജിയുടെ പ്രസക്തി ഇന്ന് രാജ്യത്ത് അസ്തമിപ്പിച്ചുകൊണ്ടിരിക്കുക. ഗാന്ധിജിയെ ചരിത്ര താളുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢശ്രമം ബഹുമാനായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും DCC എക്സിക്യൂട്ടീവ് അംഗവുമായ PV വേണുഗോപാലനെ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധികളെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം അധിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സംസ്ഥാനവും അതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പഞ്ചായത്ത് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്, ഈ പ്രദേശം വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാറില്ല. നെട്ടയം രാമഭദ്രൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, മഹാനെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം അദ്ദേഹം അത്രത്തോളം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വലിയ ജനകീയനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്.
അദ്ദേഹത്തെ ഭയന്ന് അദ്ദേഹത്തെ അകാരണമായി കൊല ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുക. സേവാദൾ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി നെട്ടയം സുജി അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം PB വേണുഗോപാൽ പ്രതിഭകളെ ആദരിച്ചു. പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ CJ ഷോം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സത്യരാജ്, ബിജു ഐലറ, ശശിധരൻ, ബോധേന്ദ്ര പ്രസാദ്, മുഹമ്മദ് ഫൈസൽ, വാർഡ് പ്രസിഡന്റ് ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിൽ. പുനലൂർ കക്കോട് സ്വദേശി ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. പുനലൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMAയുമായി യുവാവ് പിടിയിലായി. പുനലൂർ കക്കോട് ആദം മൺസിൽ ഷംനാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 0.95 ഗ്രാം MDMAയാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയായിരുന്നു സംഭവം. പുനലൂർ താഴേക്കടവാതിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഷംനാദ് പിടിയിലാകുന്നത്. സ്കൂട്ടറിലെത്തിയ ഷംനാദിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ പുനലൂർ SI സനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും MDMA കണ്ടെടുത്തത്. തുടർന്ന് ഷംനാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. സമാനമായ നിരവധി കേസുകളിൽ ഷംനാദ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘം പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. പുനലൂർ ചെമ്മന്തൂരിലുള്ള പെട്രോൾ പമ്പിലേക്ക് കാറിലെത്തിയ സംഘം 3000 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം ജീവനക്കാരി പണം ചോദിച്ചതോടെ പണം നൽകാതെ രക്ഷപ്പെടുകയായിരുന്നു. പുനലൂരിൽ കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികൾ പുനലൂർ പോലീസിന്റെ പിടിയിലായി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുനലൂർ ചെമ്മന്തൂരിലുള്ള പെട്രോൾ പമ്പിലേക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള എൻഡവർ കാറിലെത്തിയ സംഘം പെട്രോൾ പമ്പ് ജീവനക്കാരി ഷിബിയോട് 3000 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ധനം പൂർണ്ണമായും നിറച്ചെന്ന് ഉറപ്പുവരുത്തിയ തട്ടിപ്പുകാർ ജീവനക്കാരി പണം ചോദിച്ചതോടെ പണം നൽകാതെ അമിത വേഗതയിൽ വാഹനമെടുത്ത് തെങ്കാശി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇത് കണ്ട് ജീവനക്കാരി ബഹളം വെച്ചെങ്കിലും തട്ടിപ്പുകാർ വാഹനം നിർത്തിയില്ല. എന്നാൽ ഈ സമയം പെട്രോൾ പമ്പ് ജീവനക്കാരിയായ ഷീബ വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കി ഉടൻ തന്നെ പുനലൂർ പോലീസിനെ വിവരം അറിയിച്ചു. 3000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് അടിച്ചു തീർന്ന് അപ്പോഴേ വണ്ടി എടുത്തോണ്ട് പോയി. ഇല്ല ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോഴേ ഞാൻ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അപ്പോഴേ സാറിനെ വിളിച്ചു പറഞ്ഞു. തുടർന്ന് പുനലൂർ TV ജംഗ്ഷനിൽ വെച്ച് തട്ടിപ്പുകാരെ പോലീസ് പിടികൂടുകയായിരുന്നു. സമാന രീതിയിൽ നിരവധി തട്ടിപ്പ് കേസുകൾ സംസ്ഥാനത്ത് ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാരും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ നടപ്പാക്കുന്ന റോഡ് വികസന പദ്ധതിയിൽ ചർച്ച ചെയ്യുന്നതിനായി NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ യോഗം ചേർന്നു. ദേശീയപാത 744-ൽ 21 കിലോമീറ്റർ ദൂരത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ 3740 കോടി രൂപ അടങ്കൽ തുകയ്ക്കുള്ള പദ്ധതിക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അലൈൻമെന്റ് അപ്രൂവ്മെന്റ് കമ്മിറ്റി അനുമതി നൽകി. വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, റെയിൽവേ എന്നിവരുടെ സംയുക്ത സ്ഥലപരിശോധന നടത്തുമെന്നും MP അറിയിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ നടപ്പാക്കുന്ന റോഡ് വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ദേശീയപാത 744 ഗ്രീൻഫീൽഡ് ഹൈവേ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തിയെന്നും NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. 4 പ്രപ്പോസൽസ് ആണ് അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ ഞങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തത്. അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് 5ാമതൊരു പ്രപ്പോസൽ അവിടെ രൂപം കൊണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം അതിലെടുത്തിട്ടുള്ള എഫർട്ട്. കാരണം ഇവിടുത്തെ ഈ എത്രയാണ് 112 kV ലൈൻ, ഈ വലിയ KB ലൈൻ അത് ക്രോസിങ് ഒഴിവാക്കണം, റെയിൽവേ ലെവൽ ക്രോസ് ഒഴിവാക്കണം, അതുപോലെ മറ്റു വനപ്രദേശങ്ങൾ കാരണം എൻവയോൺമെന്റൽ സാങ്ഷൻ കിട്ടാൻ, വൈൽഡ് ലൈഫിന്റെ സാങ്ഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 അലൈൻമെന്റിൽ നിന്ന് വ്യത്യസ്തമായി 5ാമതൊരു അലൈൻമെന്റാണ് ഞങ്ങൾ അംഗീകരിച്ചത്, ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത്.
ആ അഞ്ചാമത്തെ അലൈൻമെന്റ് ആണ് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയെങ്കിൽ ഇപ്പോൾ NHAI സമർപ്പിച്ചിട്ടുള്ളതും ആ അഞ്ചാമത്തെ അലൈൻമെന്റ് ആണ്. ആര്യൻകാവ് മുതൽ ഇടമൺ വരെയുള്ള ദേശീയപാത 744ന്റെ പാക്കേജ് 1-ന് 21 കിലോമീറ്റർ ദൂരത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ 3740 കോടി രൂപ അടങ്കൽ തുകയ്ക്കുള്ള പദ്ധതിക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി സമർപ്പിച്ചിട്ടുള്ള പുനലൂർ നാഷണൽ ഹൈവേ ബൈപ്പാസ് കേന്ദ്ര സർക്കാർ 2025-26 ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ വാർഷിക പ്ലാനിൽ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നു. പുനലൂർ ബൈപ്പാസിന് അംഗീകാരം ലഭിക്കുന്നതിനായി നിരന്തരമായ തുടർ പ്രവർത്തനങ്ങൾ MP എന്ന നിലയിൽ നടത്തിവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അലൈൻമെന്റ് അപ്രൂവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം. ഇതിന് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ആ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് PPPAC എന്ന് പറഞ്ഞാൽ PPPAC, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അപ്രൈസൽ കമ്മിറ്റി. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അപ്രൈസൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ PPPAC കമ്മിറ്റി ഇത് അംഗീകരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ബോർഡോ അതല്ലെങ്കിൽ ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഇത് അപ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് മന്ത്രാലയത്തിൽ ചെല്ലണം. അത് കഴിഞ്ഞ് മന്ത്രി തലത്തിലുള്ള അംഗീകാരം കിട്ടണം. അപ്പോഴാണ് ഇതിന് അന്തിമമായ അംഗീകാരം ലഭിക്കുന്നത്. ഇപ്പൊ പ്രാഥമികമായി 2025-26 ധനവർഷത്തെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, റെയിൽവേ എന്നിവയുടെ സംയുക്ത സ്ഥല പരിശോധന നടത്തും. റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ ദേശീയപാത അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം നിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിലാണ് സംയുക്ത പരിശോധന അനിവാര്യമായത്. 3 ഏജൻസികളും പരസ്പരം സഹകരിച്ച് നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനമാണിതെന്നും MP പറഞ്ഞു. വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ 3,57,05,653 രൂപ അനുവദിച്ചിട്ടുണ്ട്. ദേശീയപാത 744 ഗതാഗതക്കുരുക്കിന് കാരണമായി കുപ്പിക്കഴുകത്ത് പോലെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാളക്കോട് പാലം നിരന്തരമായ അപകടങ്ങൾക്ക് കാരണമായ സാഹചര്യത്തിലാണ് വിഷയം ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തുക അനുവദിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത അതോറിറ്റി വാളക്കോട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന് അനുമതി നൽകി പണം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ ഉത്തരവായ സാഹചര്യത്തിൽ പദ്ധതി നിർവഹണം ഏറ്റെടുത്ത് നടപ്പാക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം സത്വര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവിത സാഹചര്യങ്ങൾ കാരണം തൊഴിൽ മുറിഞ്ഞുപോയവരുടെ വീണ്ടെടുപ്പിനു കൂടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവായ മെറിറ്റ് അവാർഡ് വിതരണം പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിലെ ഉയർന്ന മാർക്ക് നേടിയ 1600ഓളം വിദ്യാർത്ഥികൾ ആദരവേറ്റുവാങ്ങി. സോഹോ കോർപ്പറേഷന്റെ സഹകരണത്തോടെ നെടുവത്തൂരിൽ ആരംഭിക്കുന്ന IT പാർക്ക് പ്രവർത്തനങ്ങൾക്ക് ജൂലൈയിൽ തുടക്കമാകും. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന ശതമാനവും വാങ്ങിയ ലഭിച്ച ജില്ലയും കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയാണ് എന്നുള്ളതാണ് സർക്കാർ കണക്കുകൾ. അതുകൊണ്ട് നമ്മളിവരെ അഭിനന്ദിക്കുന്നതിന് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ കേരളത്തിന്റെ ഭാവിയാണ്, രാജ്യത്തിന്റെ ഭാവിയാണ് എന്ന് പറഞ്ഞാണ് അവരെ അഭിനന്ദിക്കുന്നത്. ആദ്യം ഇവിടെ നിന്ന് ഇപ്പോൾ 4 വർഷമായി ഞാനിവിടെ MLA ആയി. ആദ്യ ഘട്ടത്തിൽ നമ്മളിവിടെ അഭിനന്ദിച്ച് ഇവിടുന്ന് നമ്മളെല്ലാം കൂടി അംഗീകാരം കൊടുത്ത കുട്ടികളിപ്പോൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സിന്റെ ആദ്യ ഘട്ടമൊക്കെ പൂർത്തീകരിച്ച് ലെവലിലേക്ക് എത്തി ഭയങ്കര ഉന്നതമായ തലത്തിലേക്ക് എത്തുകയാണ്. ഒരു 5-6 വർഷം ഇതേപോലെ വിജയം നേടിയ ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. IAS-ന്റെ റാങ്ക് ഹോൾഡർ. മലയാള കവിതയാണ് ഭദ്രാഹരി വലിയതെങ്കിൽ മലയാളത്തിലാണ് IAS-ന്റെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്ട് മന്ത്രി എടുത്തിരുന്നത്. അപ്പൊ ഇവിടുന്ന് 5-6 വർഷം മുമ്പ് പോകുന്ന ആളുകൾ ഇതേപോലെ എത്തുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ മേഖലകളിലേക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടവരാണ്. 1600ഓളം വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ് മുഖ്യാതിഥിയായിരുന്നു. നിങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത പഠിച്ച മേഖലയിൽ ഉന്നത വിജയം നേടിയവരാണ്. എല്ലാത്തിനും A+ വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ആണോ? എനിക്ക് തോന്നുന്നു ഇത്ര പ്രയാസമാണ്. പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിൽ +2 നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവർക്കും ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല.
എന്നാൽ അങ്ങനെ നേടി ഇവിടെ വന്നിട്ടുള്ള കുട്ടികളിൽ ആദ്യം അവർക്ക് വലിയൊരു അഭിനന്ദനം എൻ്റെ കയ്യിൽ നിന്ന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെ കണ്ട് നിങ്ങളെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക, കേരള സാങ്കേതിക സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് ആയൂബ്, കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ്, കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സജി കടുക്കാല, വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത്, മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുജിനാഥ്, എസ് രഞ്ജിത് കുമാർ, എസ് എസ് സുവിത, വി കെ ജ്യോതി, ബിജു എബ്രഹാം, സിവിൽ സർവീസിൽ 47ാമത് റാങ്ക് നേടിയ നന്ദന, കൊട്ടാരക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രദീപ്, ജൂബിലി മന്ദിരം മാനേജർ ഫാദർ ബിനു, SSK ജില്ലാ കോർഡിനേറ്റർ GK ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഒടിഞ്ഞുകിടക്കുന്ന തേക്കുമരത്തിന്റെ ചില്ലകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞത്. ഗതാഗത തടസ്സവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് സമീപം തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു കിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണത്. ചില്ലകൾ ഒടിഞ്ഞു കിടക്കുന്നത് മൂലം തിരക്കുള്ള റോഡിൽ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ചില്ലകൾ ഒടിഞ്ഞു കിടന്നിട്ടും അത് വെട്ടിമാറ്റാതെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. കാറ്റും മഴയും ഉള്ളതിനാൽ തന്നെ ഒടിഞ്ഞു കിടക്കുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വാഹനത്തിനു മുകളിലോ കാൽനട യാത്രക്കാരുടെ മുകളിലോ ഒടിഞ്ഞു വീഴാൻ സാധ്യത കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തീരദേശത്ത് കടൽക്കയറ്റം രൂക്ഷം. പുത്തൻതുറ, നീണ്ടകര, കരുത്തുറ, കോവിൽത്തോട്ടം, പൊന്മന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏതാനും ദിവസങ്ങളിലായി കടൽക്കയറ്റം രൂക്ഷമാകുന്നത്. വീടുകൾക്ക് ഭീഷണിയായി ശക്തമായ തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറുന്നത്. പ്രദേശത്തെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പുത്തൻതുറ, നീണ്ടകര, കരുത്തുറ, കോവിൽത്തോട്ടം, പൊന്മന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടൽക്കയറ്റം രൂക്ഷമായി തുടരുന്നത്. നീണ്ടകര, പുത്തൻതുറ, പണ്ഡിറ്റ് നഗറിൽ വീടുകൾക്ക് ഭീഷണിയായി ശക്തമായ തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറുന്നത്. ഇവിടെ കടൽഭിത്തികൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പരാതിയെ തുടർന്ന് കമ്പനി തീരത്ത് മണൽ നിറച്ച ബാഗുകൾ നിരത്തുകയാണ്. മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിക്കുന്നുണ്ട്. തീരത്തെ ഒട്ടേറെ വീടുകൾ കടലാക്രമണ ഭീഷണിയിലുമാണ്. വീടുകൾക്ക് 5 മീറ്റർ അരികിൽ വരെ തിരമാലകളെത്തി. ഇവിടുത്തെ മണ്ണുകൾ പല ഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ കവർന്നിട്ടുണ്ട്. കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ കടൽ കയറ്റത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ബഹിഷ്കരിച്ച് ഒരു വിഭാഗം അംഗങ്ങൾ. സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കില്ലെന്ന് ആരോപണം. പ്രതിഷേധം മുന്നിൽ കണ്ട് MLA യോഗത്തിനെത്തിയില്ല. മികച്ച ക്ഷീരസംഘങ്ങൾക്കും കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ്. രാമപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാര വിതരണം ചെയ്തു. പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടത്തി. ജീവിത സാഹചര്യങ്ങൾ കാരണം തൊഴിൽ മുറിഞ്ഞുപോയവരുടെ വീണ്ടെടുപ്പിനു കൂടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവായ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. 1600ഓളം വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. തീരദേശത്ത് കടൽക്കയറ്റം രൂക്ഷം. പുത്തൻതുറ, നീണ്ടകര, കരുത്തുറ, കോവിൽത്തോട്ടം, പൊന്മന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടൽ കയറുന്നത്. പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.